മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കഴിഞ്ഞ ദിവസം ഒരു പ്രഖ്യാപനം നടത്തി. കേരളം അതിദാരിദ്ര്യ മുക്ത കേരളമാണ് എന്ന്. ഇവിടെ അതിദാരിദ്ര്യം അനുഭവിക്കുന്നവർ ഇല്ല എന്നും ഏതാണ്ട് എല്ലാവർക്കും തന്നെ ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും ഉണ്ടെന്നും കിടക്കാൻ കിടപ്പാടമുണ്ടെന്നും ഒക്കെയാണ് ചില കണക്കുകൾ വസ്തുതകൾ നിരത്തിയൊക്കെ പറയുന്നത്. ഇപ്പൊ വരാൻ പോകുന്ന തദ്ദേശ ഇലക്ഷനിൽ ഇതാണ് ഇടതുപക്ഷം അവരുടെ ഇലക്ഷൻ പ്രചരണത്തിന് അവർ ഉപയോഗിക്കാൻ പോകുന്നത്, പ്രചരണ ആയുധമാക്കാൻ പോകുന്നത്. ചേട്ടാ, അപ്പൊ ഇതില് എന്തുമാത്രം വാസ്തവമുണ്ട്? താങ്കൾക്ക് ചില കണക്കുകൾ സഹിതം പറയാൻ അതിനെക്കുറിച്ച് കഴിയുമെന്ന് കരുതുന്നു. ഒന്ന് ചുരുക്കി പറയാമോ? ഞാൻ തൃശ്ശൂർ ജില്ല ചേലക്കര നാട്യഞ്ചിറ സ്വദേശി ആലാക്കൽ അബ്ദുൾ അസീസ് ആണ്. ഞാൻ ചേലക്കര ഗ്രാമപഞ്ചായത്തിലത്തെ കാര്യം മാത്രം പറയാണ്. ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് 2020 ലൈഫ് മിഷൻ പദ്ധതിയും ലൈഫ് 2020 രണ്ടും രണ്ടാണ്. ലൈഫ് മിഷൻ പദ്ധതി ഫേസ് 1, 2, 3 3 ഘട്ടമായിട്ടാണ് കൊടുക്കുന്നത്. ലൈഫ് 2020 SC ST അതിദാരിദ്ര്യം മത്സ്യത്തൊഴിലാളി ഈ 4 പേർക്കാണ് മാനദണ്ഡങ്ങൾ. ഈ 4 പേർക്ക് മാത്രമേ ലൈഫ് 2020 കിട്ടുള്ളൂ. ആ ലൈഫ് 2020 ഭൂമിയുള്ള ദരിദ്രർക്കാണ്. ഭൂമി ഉണ്ടായിട്ട് വീടില്ലാത്തവരും വീടും ഇല്ലാത്തവരും എന്തായാലും ദരിദ്ര രേഖയ്ക്ക് താഴെയുള്ളവരാണ്. അതിദാരിദ്ര്യക്കാർക്ക് മാത്രമേ കിട്ടുള്ളൂ, അസുഖക്കാർക്കൊക്കെ. ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ മാത്രം 831 പേര് ലിസ്റ്റ് ഈ അതിദാരിദ്ര്യത്തിന്റെ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. 205 പേര് SCയുടെ ലിസ്റ്റിൽ വന്നു. 6 പേര് ST വിഭാഗത്തിൽ വന്നു. അത് 11-ാം വാർഡിൽ കളപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ST വിഭാഗക്കാരുണ്ട്. ഒരു കോളനി ഉണ്ട്, മലയൻ കോളനി ഉണ്ട്. അപ്പോൾ അതിൽ 6 പേരുടെ STയിൽ 5 എണ്ണം കൊടുത്തു. 205 പേരുടെ SCയിൽ 100 താഴെ കൊടുത്തു. 831 മറ്റേ അതിദാരിദ്ര്യത്തിന്റെ ലിസ്റ്റിൽ നിന്ന് ഒരു 200 താഴെ വീടുകൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതിൽ 650 വീടോളം ഇനി കൊടുക്കാനുണ്ട്. അതുമല്ല, ഇതിൽ മഹാ അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2,95,50,000 രൂപ മാത്രമേ ഈ ലൈഫ് 2020 വേണ്ടിയിട്ട് ഫണ്ട് അനുവദിച്ചിട്ടുള്ളൂ. 2023-24 സാമ്പത്തിക വർഷം ഫണ്ട് അനുവദിച്ചത് ത്രിതല പഞ്ചായത്തിന്റെ. അതാണ് ഇവിടെ നമ്മളെ ഞെട്ടിക്കുന്ന ഒരു സംഭവം. 3 ത്രിതല പഞ്ചായത്തിന്റെ, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ഈ 3 പഞ്ചായത്തിന്റെ 2,95,50,000 രൂപയുടെ ഫണ്ടിൽ നിന്നാണ് ഈ കുറെ ആളുകൾക്ക് ഇങ്ങനെ കുറെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിലവർ പ്രത്യേകം എനിക്ക് വിവരാശ ആദ്യ പ്രകാരം മറുപടി തന്നതിൽ ഹഡ്കോ ലോണോ സർക്കാർ വിഹിതമോ പഞ്ചായത്തിൽ ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ സർക്കാർ 1 രൂപ പോലും ഈ ലൈഫ് 2020 സർക്കാർ 1 രൂപ പോലും ചേലക്കര ഗ്രാമപഞ്ചായത്തിന് കൊടുത്തിട്ടില്ല. അതുകൂടാതെ ഹഡ്കോന്ന് ലോണും ഇല്ല. അപ്പോൾ ഹഡ്കോ ഇനി ലോൺ കൊടുക്കില്ല, ഇനി കേരള ബാങ്കാ കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സർക്കാരിന്റെ 1 രൂപ പോലും ലൈഫ് 2020 ചേലക്കര ഗ്രാമപഞ്ചായത്തിലേക്ക് അനുവദിച്ചിട്ടില്ല എന്നുള്ള എനിക്ക് വിവരാശപ്രകാരം രേഖയുണ്ട്. ഈ 2,95,50,000 രൂപ ത്രിതല പഞ്ചായത്തിന്റെ ഫണ്ട് വെച്ചിട്ടാണ് കുറച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ കൊടുത്തിട്ടും 650ഓളം പേര് അതിദാരിദ്ര്യമുള്ള പേരുടെ ലിസ്റ്റ് ബാക്കിയാണ്. ആ ലിസ്റ്റിൽ നിന്ന് വീണ്ടും ഇപ്പൊ PMAYയുടെ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. PMAYയുടെ പദ്ധതി പ്രകാരം ഇപ്പൊ കുറച്ച് ലിസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വാർഡിലെ 4-ാം വാർഡിലെ വാർഡ് മെമ്പർ PMAYക്ക് വീട് അനുവദിച്ചതിൽ ഒരു 25 പേര് ലിസ്റ്റ് വാട്സപ്പ് ഗ്രൂപ്പിലിട്ടുണ്ടായിരുന്നു. അതിൽ 15ഓളം പേര് ഈ ലൈഫ് 2020 ഉൾപ്പെട്ടവരാണ്. അപ്പൊ ഈ ലൈഫ് 2020 ഉൾപ്പെട്ടവരെ അവർക്ക് വീട് കൊടുക്കാതെ അവരെ കുറെ കബളിപ്പിച്ച് അവരുടെ ഫണ്ട് അവർക്ക് വീട് കൊടുക്കാതെ അവർ കുറെ കബളിപ്പിക്കുകയും ചെയ്തു. അതിൽ നിന്ന് കുറച്ച് പേരെടുത്തിട്ട് PMAYയുടെ ലിസ്റ്റിലേക്ക് കയറ്റിയിട്ടുണ്ട്. ഇനി PMAYയുടെ എന്നാ കൊടുക്കുക എന്താന്ന് പറയില്ല. അപ്പോഴും അങ്ങനെയാണെങ്കിൽ ഈ 650 പേരിന്ന് ഏകദേശം പകുതിയെ പിന്നെ വീണ്ടും PMAYയിലേക്ക് കയറുള്ളൂ. PMAYയുടെ വീട് കൊടുത്താലും പിന്നെയും ഒരു 350 പേര് അല്ലെങ്കിൽ ഒരു 300 പേര് കൂടുതൽ ഒരു പഞ്ചായത്തിൽ അതിദാരിദ്ര്യക്കാരുണ്ട്. എൻ്റെ വീടിന്റെ മുൻവശത്ത് തന്നെ 2-3 പേര് ഷീറ്റ്, ഈ ഓല മേഞ്ഞ് അതിന്റെ മുകളിൽ പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ട് കിടക്കുന്നവരുണ്ട്. കുറെ പേര് തറ പണിതിട്ട് വീടുകൾ പൂർത്തീകരിക്കാൻ പറ്റാതെ തറയുടെ മുകളിൽ ഇതേപോലത്തെ ഈ ഷീറ്റും
ഷീറ്റൊക്കെ ഇട്ട് എന്താ ഈ പ്ലാസ്റ്റിക് ഷീറ്റ് കേട്ടോ, തകരത്തിന്റെ ഷീറ്റല്ല, ഓല കൊണ്ട് മേയി അതിന്റെ മുകളിൽ ഓല ദ്രവിക്കാതിരിക്കാൻ പ്ലാസ്റ്റിക്കിന്റെ ടാർപ്പാളിൻ പോലത്തെ സാധനം ഇട്ട് കിടക്കുന്നവരുണ്ട് എത്രയോ പേര്. അപ്പോൾ ഇത് എൻ്റെ അഭിപ്രായത്തിൽ ഇത് ശുദ്ധ തട്ടിപ്പാണ്. കാരണം ഇതൊക്കെ അവർ ഒരു ഇലക്ഷൻ പ്രചരണത്തിന് ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഈ കോൺഗ്രസ്സുകാരായാലും ബി ജെ പിക്കാരായാലും ബൂത്ത് തലത്തിൽ ഈ വാർഡ് തലത്തിൽ ഇതിൻ്റെ എത്ര പേര് ഓരോ പഞ്ചായത്തിലും കിടക്കേണ്ടതെന്ന് എന്താ അത് ലിസ്റ്റ് എടുത്തിട്ട് ഇത് പ്രചരിപ്പിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ ചേലക്കര പഞ്ചായത്തുകാരനാണ്. അപ്പോൾ ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പെട്ട ആളല്ല. ഞാൻ 38 വർഷം പ്രവാസി ജീവിതം 1953 പ്രവാസി ജീവിതം അനുഭവിച്ച ഒരാളാണ്. അപ്പോൾ ഇപ്പം ഈ ഇതൊക്കെ കണ്ടപ്പോൾ എൻ്റെ നാട്ടിലത്തെ ഈ അഴിമതി അക്രമങ്ങളും കാര്യങ്ങളെല്ലാം കണ്ടപ്പോൾ ഞാൻ ഈ വിവരാശക രേഖകളൊക്കെ എടുത്തിട്ട് അതിനു വേണ്ടി പോരാടുന്ന ഒരാളാണ്. ഞാനിപ്പോൾ അതുകൊണ്ട് പോരാടുന്നതുകൊണ്ട് ഇപ്പോൾ എനിക്ക് വേറെ കുറേ പ്രശ്നങ്ങളാണ്. ഇപ്പോൾ പഞ്ചായത്തിലെ സെക്രട്ടറി എനിക്കെതിരെ മുഖ്യമന്ത്രിക്കും വനിതാ കമ്മീഷനൊക്കെ പരാതി ചെയ്ത് നിയമ നടപടിക്ക് ഞാനിപ്പോൾ ഇതെല്ലാം കോടതിയിൽ ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിനെതിരെ. അപ്പോൾ അങ്ങനത്തെ വിഷയങ്ങളുണ്ട്. ഈ പൊതുപ്രവർത്തകരുടെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഓരോരോ ബൂത്തിലും ഓരോരോ വാർഡിലും എത്ര പേര് ഇതേപോലെ കിടക്കേണ്ടതെന്ന് പറഞ്ഞ ലിസ്റ്റ് എടുത്ത് നിങ്ങൾ പ്രചരിപ്പിക്കൂ. നിങ്ങൾ ഈ മുഖ്യമന്ത്രി ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നിങ്ങൾക്ക് പ്രതിരോധിക്കാനുള്ള നിങ്ങൾ അങ്ങനെ ചെയ്യൂ. അത് ജനങ്ങളെ ബോധിപ്പിക്കൂ ഇത് പുറത്തു കൊടുത്തിട്ട്. അതാണ് എനിക്ക് ജനങ്ങളോട്, ഈ വാർഡ് മെമ്പർമാരോടും ഈ രാഷ്ട്രീയ നേതാക്കന്മാരോടൊക്കെ എനിക്ക് പറയാനുള്ളത്. ഇതുകൂടാതെ ഞാൻ ഇത് ഹൈക്കോടതിയായിട്ട് ബന്ധപ്പെടാൻ പറ്റുമോ, ഹൈക്കോടതിയിൽ നമുക്ക് ഹർജി ഫയൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ആലോചനയിലും കൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ മാത്രം ലൈഫ് 2020 831 പേര് ലിസ്റ്റ് വന്നതിൽ 600 ചില്ലാനം പേര് അതിലേക്ക് വീട് കൊടുക്കാതെ കിടക്കുന്നുണ്ട്. അതിലൊരു ഏകദേശം ഒരു 100-300 പേര് വീണ്ടും PMAY ലിസ്റ്റിലേക്ക് കയറാൻ സാധ്യതയുണ്ട്. അങ്ങനെ PMAY ലിസ്റ്റിൽ കയറിയാലും പിന്നെയും കാണും 350 പേര്. അപ്പോൾ ഇതെല്ലാം ഞാനിപ്പോൾ ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ തൊഴിലുറപ്പിൽ ഒരു വർഷം 63 കോടിയുടെ അഴിമതി. ലൈഫ് മിഷൻ ഫേസ് 1, 2 മാത്രം 34 കോടി ചില്ലറ ഫണ്ട് വരുത്തിയിട്ട് 247 ജനറലും 247 ജനറലും SCയും കൂടിയിട്ട് 289 വീടേ കൊടുത്തിട്ടുള്ളൂ, 42 SCയെ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിൽ 34 കോടി ചില്ലറ ഫണ്ട് വകയിരുത്തി അതിൽ 11 കോടി ചില്ലറ ചെലവാക്കി ബാക്കി 23 കോടി ചില്ലറ അഴിമതിയാണ്. അത് ബാലൻസ് പൈസ സർക്കാരിലേക്ക് സറണ്ടർ ചെയ്യുകയോ മറ്റ് ലൈഫ് 2020 മാറ്റുകയോ അല്ലെങ്കിൽ ഫേസ് 3 മാറ്റുകയോ ഇതൊന്നും ചെയ്തിട്ടില്ല. ഇനി അതിൽ ഇനി വെയിറ്റിംഗ് ലിസ്റ്റ് ഇല്ല, അത് പദ്ധതി അവസാനിച്ചു എന്ന് പറഞ്ഞിട്ട് എനിക്ക് രേഖകൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് ഞാനൊരു 8 പരാതി CBIക്ക് ചെയ്തിട്ടുണ്ട്, EDക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഞാൻ പരാതിയായിട്ട് നിൽക്കുന്നതാണ്. ഇനി ഞാൻ ഇത് ഹൈക്കോടതിയിലേക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ ആലോചനയിലാണ്. നമ്മൾ ഈ ഒരു സർക്കാരിൻ്റെ ഈ ഒരു പ്രസ്താവന കൊണ്ട് നമുക്ക് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന സഹായങ്ങൾ, അത് പറഞ്ഞാൽ പല രാജ്യക്കാരും ഇപ്പോൾ നമ്മളൊരു HRDS അവർ ഈ വിദേശത്തുനിന്ന് ആദിവാസികൾക്കുള്ള ഫണ്ട് കൊടുത്തിട്ട് അതിവിടെ ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പല ഗൾഫ് രാജ്യങ്ങളിലും പല രാജ്യങ്ങളിൽ നിന്നും പല രീതിയിലും ഓരോ ട്രസ്റ്റിലേക്കും ഇതിലേക്ക് ആയിട്ട് ഫണ്ടുകൾ വരുന്നുണ്ട്. ഈ ഫണ്ടുകളൊന്നും ഈ സർക്കാരിൻ്റെ ഉത്തരവ് പോലും കിട്ടില്ല. ഞാനിപ്പോൾ 5 വീട്ടുകാർക്ക് 5 സെന്റ് ഞാൻ ഫ്രീ ആയിട്ട് സ്ഥലം കൊടുത്തിട്ടുണ്ട്. അതിൽ 3 പേര് ഫേസ് 3 പെട്ടാണ്. സ്ഥലവും വീടും ഇല്ലാത്തവർ 3 പേരുണ്ട്. 2 പേര് ആ ലിസ്റ്റിൽ പെടാത്തവർക്ക് 2 പേർക്ക് കൊടുത്തിട്ടുണ്ട്. അത് അപ്പോൾ ഞാൻ ഈ 3 പേർക്ക് സ്ഥലവും വീടും ഇല്ലാത്തവർക്ക് 5 സെന്റ് സ്ഥലം കൊടുത്തവരും കൂടി ഈ വീട് കിട്ടാതെ അതിദാരിദ്ര്യത്തിൽ കിടക്കുന്ന ആൾക്കാരാണ്. അവരൊന്നും ഇല്ലാത്ത ആൾക്കാരാണ്. അവർ വാടക കെട്ടിടങ്ങളൊക്കെ താമസിക്കുന്ന ആൾക്കാരാണ്. അത്രയും വളരെ പാവപ്പെട്ട ആളുകളാണ്. അപ്പോൾ ഈ രാഷ്ട്രീയ നേതാക്കന്മാരും അല്ലെങ്കിൽ സർക്കാരും മറ്റവരൊക്കെ ഈ മൈക്കിന്റെ മുന്നിൽ നിന്നിട്ട് പല പ്രസ്താവനകൾ ഇറക്കുന്നതൊന്നും എല്ലാം ശുദ്ധ നുണകളാണ്. ഇവരൊന്നും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ടൗണിലിരിക്കുകയല്ല, ഇവര് ഗ്രാമപ്രദേശങ്ങളിൽ ഉൾപ്രദേശങ്ങളിൽ ചേലക്കരയൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നൊക്കെ ജില്ലയാണ്. അത്തരം സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഒരുപാട് ഉള്ളിലേക്ക് നടന്നിട്ട് ഓരോ ആളുകൾ എങ്ങനെ ജീവിക്കുന്നു, അവർക്ക് വഴിയുണ്ടോ, വെളിച്ചമുണ്ടോ, വീടുണ്ടോ, ഭക്ഷണം ശരിക്കും കിട്ടുന്നുണ്ടോ, അവര് കുട്ടികൾ മക്കൾ എങ്ങനെ പഠിക്കുന്നു, ഇതെല്ലാം അന്വേഷിക്കും. അപ്പൊ താങ്കൾ പറയുന്നത് ഇങ്ങനെ അതിദാരിദ്ര്യമുക്ത കേരളം എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുമ്പോൾ അവർ തദ്ദേശ ഇലക്ഷനിൽ ഇത് പ്രയോഗിക്കുമ്പോൾ അവരുടെ തന്നെ കൗൺസിലർമാരും അവരുടെ തന്നെ പഞ്ചായത്ത് അംഗങ്ങളും അവരുടെ വാർഡിൽ എത്ര
എത്ര അവരുടെ വാർഡുകൾ എത്ര ദാരിദ്ര്യമുക്തമാക്കണമെന്ന് അവർ തന്നെ കാണിക്കട്ടെ, അല്ലേ? അവർ തെളിവ്. അല്ല, അതന്നെ വേണ്ടത്. അത് കാരണം ഓരോ വാർഡിലും ഇപ്പൊ എന്റെ വാർഡില് എന്റെ വീടിന്റെ മുൻവശത്ത് 2-3 പേര് കിടക്കുന്നില്ലേ? ആ വാർഡിൽ ഇവര് വോട്ട് ചോദിക്കാൻ വരുമ്പോ അവരിത് കാണണം. അവരിത് കണ്ടിട്ട് അതിന് മറുപടി പറയണം. അവരെ അറിയിപ്പിക്കണം. അവര് സംസ്ഥാന സർക്കാരിനെ അറിയിപ്പിക്കണം. ഞങ്ങളുടെ ഇന്ന വാർഡിൽ ഇത്ര പേര് അതിദാരിദ്ര്യത്തിൽ വീണ്ടും കിടക്കുന്നുണ്ടെന്നത് അവരെ അറിയിപ്പിക്കണം. അത് അവര് ചുമതലയാണ്. അതേപോലെ തന്നെ അതിന്റെ പ്രതിപക്ഷത്തിരിക്കുന്നവരും അവരും ഇതേപോലെ വോട്ട് ചോദിക്കാൻ നടക്കുമ്പോൾ അവർ കണ്ണിൽ കാണും. ഇനി അല്ലാത്ത രീതിയിലൊന്നും പോകണ്ട. വോട്ട് ചോദിക്കാൻ പോകുമ്പോൾ ഓരോ വീട്ടിൽ കയറി ഇറങ്ങണം, ഓരോ സ്ഥിതി മനസ്സിലാകുമല്ലോ. അപ്പോൾ അത് ഫോട്ടോ എടുത്ത് പിക്ചർ എടുത്തിട്ട് ഇത് പ്രചരിപ്പിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല, വലിയ സാമ്പത്തിക ശേഷി ഉള്ള ആളൊന്നല്ല. അപ്പൊ എന്നെ കൊണ്ട് ഞാനിപ്പോ ഒരു പ്രശസ്തിയുള്ള ചാനലില് ഈ പ്രമുഖ ചാനലിലൊന്നും ഇത് പുറത്തു കൊണ്ടുവരാൻ പറ്റുന്നില്ല. അപ്പോൾ ക്രൈം നന്ദകുമാർ സാർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരുന്നു. ഞാൻ ആളോട് നന്ദി പറയുന്നു. ആളോട് എനിക്കൊരു കടപ്പാടുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ഇതിപ്പോ നിങ്ങൾ ഇത് പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.